അൾട്രാ സ്പേസ് എക്സ് ഒറ്റക്കേൾവിയിൽ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് ഏജൻസിയുമായി സാമ്യമുള്ളതാണ് പേര്. ഇതിനോടൊപ്പം അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ പേരും ദുരുപയോഗം ചെയ്താണ് ആലപ്പുഴ സ്വദേശി മഹേഷിൽ നിന്ന് ഒരു സംഘം ആളുകൾ 75 ലക്ഷം രൂപ തട്ടിയെടുത്തത്. നാസയിൽ നിന്ന് ഇറിഡിയം വാങ്ങി നൽകാമെന്നായിരുന്നു വാഗ്ദാനം. ഇത് മറച്ചുവിറ്റ വൻതോതിൽ ലാഭമുണ്ടാക്കാമെന്നും സംഘം മഹേഷിനെ വിശ്വസിപ്പിച്ചു. പണമിരട്ടിപ്പെന്ന വാഗ്ദാനത്തിൽ മഹേഷ് കേട്ടപാടെ പറഞ്ഞ തുക പല തവണയായി അയച്ചു നൽകി. മണ്ണാറശാല സ്വദേശിയായ കപിൽ ദേവാണ് ഒന്നാം പ്രതി. തിരുവനന്തപുരം സ്വദേശികളായ സുലഭ ശിവകുമാർ, മകൻ ജിഷ്ണു, വൈഷ്ണവി, ഭർത്താവ് സന്ദീപ്, കൊല്ലം സ്വദേശി സിനു ധർമ്മരാജൻ എന്നിവർ മറ്റു പ്രതികൾ. വിശ്വാസം നേടിയെടുക്കാനായി പല വഴികളും തട്ടിപ്പുകാർ നടത്തി. പണവും ലാഭവിഹിതവും തിരികെ ലഭിക്കാതെ വന്നതോടെ മഹേഷ് പ്രതികളെ സമീപിച്ചു. തട്ടിപ്പെന്ന് അപ്പോഴും മനസ്സിലാക്കിയില്ല. 25 ലക്ഷം കൂടി നൽകിയാൽ 10 ദിവസത്തിനകം മുഴുവൻ തുകയും ലാഭവും തിരികെ നൽകാമെന്ന് വിശ്വസിപ്പിച്ച വീണ്ടും പണം തട്ടി. പറഞ്ഞ സമയത്ത് പണം കിട്ടാതെ വന്നതോടെയാണ് മഹേഷ് പോലീസിൽ പരാതി നൽകിയത്. സംഭവം തട്ടിപ്പെന്ന് മനസ്സിലാക്കാൻ 75 ലക്ഷം രൂപ നഷ്ടപ്പെടുത്തേണ്ടി വന്നു. കേസിൽ ഹരിപ്പാട് പോലീസ് അന്വേഷണം തുടരുകയാണ്. കേരളത്തിലുടനീളം പല ആളുകളും പല രീതിയിലുള്ള തട്ടിപ്പുകൾക്കും ഇരകളായി. കോട്ടയത്തും പത്തനംതിട്ടയിലും കഴിഞ്ഞ ദിവസം ഉണ്ടായത് വെർച്വൽ അറസ്റ്റിന്റെ പേരിലുള്ള തട്ടിപ്പുകളായിരുന്നു. പത്തനംതിട്ട കീഴ്വായ്പൂരിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട ഒരു കുറ്റകൃത്യത്തിൽ വെർച്വൽ അറസ്റ്റിലായെന്ന് പറഞ്ഞ വയോധികരായ ദമ്പതികളിൽ നിന്ന് തട്ടിയെടുത്തത് 1,40 ലക്ഷം രൂപയാണ്. മുംബൈ പോലീസിൽ നിന്ന് പരിചയപ്പെടുത്തിയായിരുന്നു തട്ടിപ്പ്. കോട്ടയം മുണ്ടക്കയത്തും സമാന സംഭവം. മുംബൈ പോലീസിൽ നിന്ന് പറഞ്ഞ മുണ്ടക്കയം സ്വദേശിക്ക് വീഡിയോ കോൾ വന്നു. ഇദ്ദേഹത്തിന്റെ പേരിൽ മുംബൈയിലുള്ള ഒരു ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെന്നും അതിൽ നിന്ന് 3 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നെന്നും സംഘം ധരിപ്പിച്ചു. വെർച്വൽ അറസ്റ്റിലാണെന്നും വീട്ടിൽ നിന്നിറങ്ങരുതെന്നും ഭീഷണിപ്പെടുത്തി. കേരളത്തിലെ ബാങ്ക് അക്കൗണ്ടുകളിലെ പണം മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റണമെന്നും ആവശ്യപ്പെട്ടു. കേരള ഗ്രാമീൺ ബാങ്ക് ജീവനക്കാരുടെ ഇടപെടലിലാണ് തട്ടിപ്പ് പൊളിഞ്ഞത്. എത്ര ബോധവൽക്കരണം നടത്തിയാലും പുതിയ തട്ടിപ്പ് രീതികളിലേക്ക് വഴുതി വീഴുകയാണ് മലയാളികൾ. അവസരം കാത്ത് കള്ളന്മാർ കാത്തിരിക്കുന്നു. ആ വഴി കോടികൾ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. ആരെയാണ് പഴിക്കേണ്ടത്? ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാഴി, 24. പൊതുജനം കഴുതയല്ല സാർ. എത്ര പറഞ്ഞാലും എത്ര മുന്നറിയിപ്പ് നൽകിയാലും വീണ്ടും വീണ്ടും തട്ടിപ്പുകളിൽ തലവെച്ച് കൊടുക്കുകയാണ് മലയാളികൾ. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണങ്ങളാണ് ഈ ഹരിപ്പാട് നിന്നും പത്തനംതിട്ടയിലെ കീഴ്വായ്പൂരിൽ നിന്നും കോട്ടയത്ത് നിന്നുമൊക്കെ വരുന്നത്. ഇനിയും ഇത്തരം തട്ടിപ്പുകൾക്ക് മലയാളി തലവെച്ച് കൊടുക്കരുത്. അത് ആവർത്തിച്ച് ഇങ്ങനെ അമിത ലാഭം എന്ന് പറഞ്ഞും വെർച്വൽ അറസ്റ്റ് എന്ന് പറഞ്ഞുമൊക്കെ ഈ നിലയിലുള്ള പല ഫോൺ കോളുകളും നിങ്ങളെ തേടിയെത്താം. നമ്മുടെ ജാഗ്രതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.